PC ട്യൂട്ടോറിയലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ 24/2023 നടന്ന അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ തസ്തികയിലേക്കുള്ള ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസൊക്കെ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തോട് അനുബന്ധിച്ച് ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ട മുഗൾ വംശജൻ ആരായിരുന്നു? ഇവിടെ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ബഹദൂർ ഷാ രണ്ടാമൻ. ഇന്ത്യയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായി കണക്കാക്കുന്നതാണ് 1857 സ്വാതന്ത്ര്യ സമരം. സൈനിക മേധാവികൾക്കെതിരെ സംഘടിതമായ രീതിയിൽ കലാപങ്ങൾ ആരംഭിച്ച സ്ഥലം മീററ്റാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് 1857 മെയ് 10 ഇന്ത്യയിൽ മുഗൾ ഭരണത്തിന് പൂർണ്ണമായ പതനത്തിന് കാരണമായ ഒരു വിപ്ലവം കൂടിയാണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഇവിടെ നമ്മുടെ ആൻസർ ബഹദൂർ ഷാ രണ്ടാമനാണ്. കലാപത്തിനിറങ്ങിയ സൈനികർ ഡൽഹിയിൽ എത്തുകയും അവസാനത്തെ മുഗൾ ഭരണാധികാരിയായിരുന്ന ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ബഹദൂർ ഷാ രണ്ടാമനെ കീഴടക്കാൻ നേതൃത്വം കൊടുത്ത വ്യക്തി വില്യം ഹോഡ്സൺ. ബഹദൂർ ഷാ രണ്ടാമനെ നാടുകടത്തിയ വർഷം 1858 ഒക്ടോബർ 7. ബഹദൂർ ഷാ രണ്ടാമനെ നാടുകടത്തിയത് റംഗൂണിലേക്ക്. ബഹദൂർ ഷാ രണ്ടാമൻ റംഗൂണിൽ വച്ച് മരിച്ച വർഷം 1862. ബഹദൂർ ഷാ രണ്ടാമൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് റാംഗൂൺ. അടുത്ത് നമുക്ക് നാനാ സാഹിബിനെ കുറിച്ചുള്ള കുറച്ച് പോയിന്റ്സ് നോക്കാം. 1857 വിപ്ലവത്തിൻ്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത് നാനാ സാഹിബാണ്. പേഷ്വ ബജിറാവുവിൻ്റെ ദത്തുപുത്രൻ. നാനാ സാഹിബിൻ്റെ യഥാർത്ഥ നാമം ദൊണ്ടു പന്ത്. 1859 കലാപശേഷം ബ്രിട്ടീഷുകാർ നേപ്പാളിലേക്ക് നാടുകടത്തിയ വ്യക്തിയും കൂടിയാണ് നാനാ സാഹിബ്. മൂന്നാം നെപ്പോളിയൻ എന്നറിയപ്പെടുന്നു. അടുത്തത് താന്തിയ തോപ്പി. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗൊറില്ല യുദ്ധമുറ ഉപയോഗിച്ച വിപ്ലവകാരിയാണ് ഇദ്ദേഹം. താന്തിയ തോപ്പിയുടെ യഥാർത്ഥ നാമം രാമചന്ദ്ര പാണ്ഡുരംഗ. നാനാ സാഹിബിൻ്റെ പട്ടാള മേധാവിയും കൂടിയാണ് ഇദ്ദേഹം. ഝാൻസിയിൽ റാണി ലക്ഷ്മിബായിയെയും സഹായിച്ചിട്ടുണ്ട്. താന്തിയ തോപ്പി വധിക്കപ്പെട്ടത് 1859 ഏപ്രിൽ 18. താന്തിയ തോപ്പി വധിക്കപ്പെട്ട സ്ഥലം ശിവപുരിയാണ്, മധ്യപ്രദേശിലെ. അടുത്തത് മൗലവി അഹമ്മദുള്ള ഷാ. ഫൈസാബാദിൽ ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി. 1856 ഇദ്ദേഹം ഗ്രാമങ്ങൾ തോറും സഞ്ചരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ജിഹാദ് നടത്താൻ പ്രേരിപ്പിച്ചു. ഇദ്ദേഹം സാധാരണയായി വിളിക്കപ്പെട്ടിരുന്നത് ഡങ്കാഷ എന്നായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, സാമ്പത്തിക ചോർച്ച സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ ആരായിരുന്നു? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ദാദാഭായ് നവറോജിയാണ്. നമുക്ക് ആദ്യം ചോർച്ച സിദ്ധാന്തത്തിനെ കുറിച്ചുള്ള കുറച്ച് പോയിന്റ്സ് ഒന്ന് പറഞ്ഞു പോകാമേ. ഇന്ത്യയുടെ സമ്പത്ത് ഇംഗ്ലണ്ടിലേക്ക് പലതരത്തിൽ ചോർത്തിക്കൊണ്ടു പോയിരുന്നു. ശമ്പളമായും സമ്മാനമായും നികുതിയായുമായിരുന്നു ഈ സാമ്പത്തിക ചോർച്ച. ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള കാരണം ഈ ചോർച്ചയാണെന്ന് സമർത്ഥിച്ച വ്യക്തിയാണ് ദാദാഭായ് നവറോജി. ചോർച്ച സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നതും ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യൻ സമ്പത്ത് ബ്രിട്ടനിലേക്ക് ചോർത്തിയ പ്രധാന രീതികൾ: ഇന്ത്യയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കളുടെ കയറ്റുമതി, ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന ശമ്പളവും പെൻഷനും, ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുക വഴി അവർക്ക് ലഭിച്ച ലാഭം, ഇന്ത്യയിൽ നിന്നു പിരിച്ചെടുക്കുന്ന നികുതി. ഈ 4 പ്രധാന രീതിയിലൂടെയായിരുന്നു ഇന്ത്യൻ സമ്പത്ത് ബ്രിട്ടനിലേക്ക് ചോർത്തിയ പ്രധാന രീതികൾ. അതുപോലെ ബ്രിട്ടീഷ് സാമ്പത്തിക നയങ്ങൾ ഇന്ത്യയെ എങ്ങനെ ദരിദ്രമാക്കുന്നുവെന്നത് സംബന്ധിച്ച് സാധാരണക്കാരന് അവബോധമുണ്ടാക്കുന്നതിൽ ദാദാഭായ് നവറോജി, രമേശ് ചന്ദ്ര ദത്ത്, ഗോപാലകൃഷ്ണ ഗോഖലെ തുടങ്ങിയ ആദ്യകാല നേതാക്കന്മാരുടെ പങ്ക് വളരെ വിലപ്പെട്ടതായിരുന്നു. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലുള്ള ഓരോ ഓപ്ഷൻസും ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകാമേ. ആദ്യം ദാദാഭായ് നവറോജി 1825 ജനിച്ചു, 1917 മരിച്ചു. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന വ്യക്തി. പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ച വ്യക്തി. മസ്തിഷ്ക ചോർച്ച സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്. ഇന്ത്യയുടെ ദേശീയ വരുമാനം ആദ്യമായി കണക്കാക്കിയ വ്യക്തി. ഇന്ത്യൻ എക്കണോമിക്സിൻ്റെയും പൊളിറ്റിക്സിൻ്റെയും പിതാവെന്നറിയപ്പെടുന്ന വ്യക്തി. അടുത്തത് ഗോപാലകൃഷ്ണ ഗോഖലെ 1866 ജനിച്ചു, 1915 മരിച്ചു. മഹാരാഷ്ട്ര സോക്രട്ടീസ് എന്നറിയപ്പെടുന്ന വ്യക്തി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ മിതവാദികളുടെ നേതാവായിരുന്ന വ്യക്തി. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു. മുഹമ്മദ് അലി ജിന്നയുടെ മാർഗദർശി. സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ച വ്യക്തിയും കൂടിയാണ്
ഗോപാലകൃഷ്ണ ഗോഖലെ. അടുത്തത് ഗാന്ധിജി. 1869 ജനിച്ചു, 1948 മരിച്ചു. ദാദാഭായ് നവറോജിക്ക് ശേഷം ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്രത്തിന് തനതായ സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് മഹാത്മാഗാന്ധി. ഗാന്ധിജി തൻ്റെ സാമ്പത്തിക ശാസ്ത്രാശയങ്ങൾക്ക് തുടക്കം കുറിച്ച പുസ്തകം ഹിന്ദ് സ്വരാജ്. ഗാന്ധിജിയുടെ ആശയങ്ങൾ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്കും ധാർമ്മിക മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകുന്നവയായിരുന്നു. മഹാത്മാഗാന്ധിയുടെ ട്രസ്റ്റിഷിപ്പ് എന്ന മഹത്തായ ആശയം സമ്പദ് ശാസ്ത്ര രംഗത്ത് പുതിയ ചിന്തകൾക്ക് വഴിതെളിച്ചു. സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമായ ഒരു സമ്പദ് വ്യവസ്ഥയാണ് ട്രസ്റ്റിഷിപ്പ് എന്നതിലൂടെ ഗാന്ധിജി ലക്ഷ്യമിട്ടത്. സമൂഹ പുനർനിർമ്മാണം എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് ഗാന്ധിജിയായിരുന്നു. ഇന്ത്യയിലെ പൊതുഭരണ കാഴ്ചപ്പാടിനെ വളരെയധികം സ്വാധീനിച്ച ഗാന്ധിജിയുടെ ആശയം ഗ്രാമസ്വരാജ്. ഏതാശയത്തിൻ്റെ പരിണത ഫലമായാണ് പ്രാദേശിക ഭരണസ്ഥാപനങ്ങൾക്ക് രൂപം നൽകിയത്? ഗ്രാമസ്വരാജിൻ്റെ. അടുത്തത് രമേശ് ചന്ദ്ര ദത്ത് അല്ലെങ്കിൽ RC ദത്ത് എന്നറിയപ്പെടുവേ. ബ്രിട്ടീഷ് ഇന്ത്യൻ സിവിൽ സർവൻ്റായി പ്രവർത്തിച്ചിരുന്ന വ്യക്തി. ബ്രിട്ടീഷുകാരുടെ ഇന്ത്യൻ ചൂഷണത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന RC ദത്തിൻ്റെ പുസ്തകം ദ എക്കണോമിക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കുന്നതിന് ചേർന്ന ഭരണഘടനാ കൺവെൻഷന് നേതൃത്വം നൽകിയത് ആര്? ആൻസർ ഓപ്ഷൻ എ ജെയിംസ് മാഡിസൺ ആണ്. വടക്കേ അമേരിക്കയിലെ ബ്രിട്ടൻ്റെ 13 കോളനികൾ മാതൃരാജ്യമായ ബ്രിട്ടനെതിരായി നടത്തിയ സ്വാതന്ത്ര്യ സമരമാണ് അമേരിക്കൻ വിപ്ലവം. 1776 ജൂലൈ 4 മൂന്നാം അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ലോകപ്രശസ്തമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത് തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിലുള്ള യുദ്ധത്തിന് വഴിതെളിച്ചു. കോൺവാലിസിൻ്റെ നേതൃത്വത്തിലുള്ള ഇംഗ്ലീഷ് പട്ടാളം അമേരിക്കൻ കോളനികളുടെയും ഫ്രാൻസിൻ്റെയും സംയുക്ത സൈന്യത്തിന് കീഴടങ്ങിയതോടുകൂടി 1781 യുദ്ധം അവസാനിച്ചു. 1783 പാരീസ് ഉടമ്പടി പ്രകാരം ഇംഗ്ലണ്ട് 13 അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചു. തുടർന്ന് ഫിലാഡൽഫിയയിൽ ചേർന്ന ഭരണഘടനാ സമ്മേളനം ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിൽ അമേരിക്കയ്ക്കായി ഭരണഘടന തയ്യാറാക്കി. അടുത്ത് നമുക്ക് ജോർജ് വാഷിങ്ടണിനെ കുറിച്ചുള്ള കുറച്ച് പോയിന്റ്സ് നോക്കാം. രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സമ്മേളനത്തിൽ കോണ്ടിനെൻ്റൽ സൈന്യത്തിൻ്റെ തലവനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജോർജ് വാഷിങ്ടൺ ആയിരുന്നു. ഫ്രഞ്ചുകാരുടെ സഹായത്തോടെ ഇംഗ്ലണ്ടിനെതിരെ അമേരിക്കൻ കോളനികൾ യുദ്ധത്തിലേർപ്പെട്ടപ്പോൾ അമേരിക്കൻ കോളനികൾക്ക് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഇദ്ദേഹം. പുതിയ ഭരണഘടന പ്രകാരം അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജോർജ് വാഷിങ്ടണിനെ ആയിരുന്നു. അടുത്തത് തോമസ് പെയിൻ. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കോമൺ സെൻസ് എന്ന ലഘുലേഖ അവതരിപ്പിച്ച വ്യക്തിയാണ് തോമസ് പെയിൻ. കോമൺ സെൻസ് എന്ന ലഘുലേഖയിൽ ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തി എന്ന് തോമസ് പെയിൻ പ്രഖ്യാപിച്ചു. ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടക്കി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്നത് തോമസ് പെയിൻ്റെ വാക്കുകളാണ്. അതുപോലെ മനുഷ്യന് ചില മൗലികാവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല എന്ന് പറഞ്ഞത് ജോൺ ലോക്കാണ്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യത്തിന് രൂപം നൽകിയത് ജെയിംസ് ഓട്ടിസ് ആണ്. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ. രക്തരൂഷിതമായ ഞായറാഴ്ച ഏത് രാജ്യത്തിൻ്റെ സമരങ്ങളുമായി ബന്ധപ്പെട്ടതായിരുന്നു? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി റഷ്യ. നമുക്ക് റഷ്യൻ വിപ്ലവത്തെക്കുറിച്ച് കുറച്ച് പോയിന്റ്സ് ഒന്ന് നോക്കിപ്പോകാം. ലോകത്തിൽ സോഷ്യലിസം എന്ന ആശയം വ്യാപിക്കാൻ കാരണമായ വിപ്ലവമാണ് 1917 നടന്ന റഷ്യൻ വിപ്ലവം. 20-ാം നൂറ്റാണ്ടിൽ റഷ്യയിൽ നടന്ന വിപ്ലവങ്ങളുടെ പരമ്പരയാണ് റഷ്യൻ വിപ്ലവം. തുടർച്ചയായി 10-11 മണിക്കൂർ പണിയെടുക്കേണ്ടി വന്ന റഷ്യയിലെ ഫാക്ടറി തൊഴിലാളികൾ മെച്ചപ്പെട്ട സേവന വേതന വ്യവസ്ഥകൾ ആവശ്യപ്പെട്ട് ഫാദർ ജോർജ് ഗാപ്പോണിൻ്റെ നേതൃത്വത്തിൽ 1903 ഒരു സമിതി രൂപീകരിച്ചു. എന്നാൽ 1905 നടന്ന റഷ്യ ജപ്പാൻ യുദ്ധത്തിൽ പരിക്കേറ്റ പരാജയം പ്രതിസന്ധി രൂക്ഷമാക്കി. രാഷ്ട്രീയാവകാശങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങളും ആവശ്യപ്പെട്ട് 100,000-ഓളം തൊഴിലാളികൾ പണിമുടക്കി. 1905 ജാനുവരി 22 ഫാദർ കോപ്പോണിൻ്റെ നേതൃത്വത്തിൽ ഈ തൊഴിലാളികൾ പെട്രോഗ്രാഡിലെ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലേക്ക് മാർച്ച് നടത്തി. ഇതിനു നേരെ പട്ടാളം വെടിവയ്ക്കുകയും 100 കണക്കിന് തൊഴിലാളികൾ കൊല്ലപ്പെടുകയും ചെയ്തു. ഈ സംഭവം അറിയപ്പെടുന്നതാണ് രക്തരൂഷിതമായ ഞായറാഴ്ച അഥവാ കറുത്ത ഞായറാഴ്ച എന്ന്. ഈ സംഭവത്തോടെ റഷ്യൻ വിപ്ലവത്തിന്
ആരംഭമായി. അടുത്തത് ഫെബ്രുവരി വിപ്ലവം. റഷ്യൻ വിപ്ലവത്തിൻ്റെ ഭാഗമായി നടന്ന ആദ്യ വിപ്ലവങ്ങളിലൊന്നാണ് ഫെബ്രുവരി വിപ്ലവം അല്ലെങ്കിൽ മാർച്ച് വിപ്ലവം എന്നറിയപ്പെടും. ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ കെടുതിയിൽപ്പെട്ട് തൊഴിലാളികളും റഷ്യൻ സൈന്യവും പണിമുടക്കുകയുണ്ടായി. യുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറണമെന്നും സാർ ഭരണം അവസാനിപ്പിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. തുടർന്നുണ്ടായ ആക്രമണ സംഭവങ്ങളിൽ രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കുകയും പെട്രോഗ്രാഡ് എന്ന തലസ്ഥാന നഗരം പിടിച്ചെടുക്കുകയും ചെയ്തു. തുടർന്ന് നിക്കോളാസ് രണ്ടാമൻ സ്ഥാനമൊഴിയുകയും ബെൻഷെവിക് നേതാവായ അലക്സാണ്ടർ കെരൻസ്കിയുടെ നേതൃത്വത്തിൽ മാർച്ച് 15-ന് ഒരു താൽക്കാലിക ഗവൺമെൻറ് നിലവിൽ വരികയും ചെയ്തു. ഈ സംഭവമാണ് ഫെബ്രുവരി വിപ്ലവം എന്നറിയപ്പെടുന്നത്. അതുപോലെ ഫെബ്രുവരി വിപ്ലവം നടന്നത് 1917 മാർച്ചിലാണ്. റഷ്യൻ കലണ്ടർ പ്രകാരം ഫെബ്രുവരിയിലാണ്. അടുത്തത് ഒക്ടോബർ വിപ്ലവം എന്താണെന്ന് നോക്കാമേ. ബോൾഷെവിക്കുകൾ താൽക്കാലിക ഗവൺമെൻറ്റിനെതിരെ സായുധ കലാപം ആരംഭിച്ച വർഷമാണ് 1917 നവംബറിന്. അതായത് റഷ്യൻ കലണ്ടർ പ്രകാരം ഒക്ടോബറിനാണ് അത്. നവംബർ 7-ന് തൊഴിലാളികളുടെയും സൈനികരുടെയും സോവിയറ്റുകളുടെയും സംയുക്ത മുന്നേറ്റത്തിൻ്റെ ഫലമായി പെട്രോഗ്രാഡ് ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായ പട്ടണങ്ങളെല്ലാം ബോൾഷെവിക്കുകൾ പിടിച്ചെടുത്തു. ഇതേ തുടർന്ന് ഭൂവുടമസ്ഥത അവസാനിപ്പിക്കുമെന്നും ഉൽപ്പാദനത്തിൽ തൊഴിലാളികൾക്ക് നിയന്ത്രണം നൽകുമെന്നും സോവിയറ്റുകൾക്ക് അധികാരം നൽകുമെന്നും എല്ലാവർക്കും സമാധാനം ഉറപ്പാക്കാമെന്നും പ്രഖ്യാപിച്ചത് ലെനിനാണ്. കലാപത്തെ തുടർന്ന് രാജ്യം വിട്ടുപോയ മെൻഷെവിക് നേതാവിൻ്റെ പേരാണ് കെരൻസ്കി എന്നുള്ളത്. കലാപത്തെ തുടർന്ന് റഷ്യയുടെ അധികാരം ബോൾഷെവിക്കുകൾക്ക് ലഭിച്ച സംഭവം അറിയപ്പെടുന്നതാണ് ഒക്ടോബർ വിപ്ലവം. ഒക്ടോബർ വിപ്ലവത്തെ തുടർന്ന് സോവിയറ്റുകളുടെ സമ്മേളനം ചേർന്ന് രൂപം നൽകിയ ക്യാബിനറ്റിൻ്റെ അധ്യക്ഷനാണ് ലെനിൻ. 1918 ഫെബ്രുവരിയോടെ പുതിയ റഷ്യൻ സർക്കാർ രാജ്യത്തെല്ലായിടത്തും അധികാരം സ്ഥാപിച്ചു. ബോൾഷെവിക് പാർട്ടി റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന പേര് സ്വീകരിച്ചു. ഒക്ടോബർ വിപ്ലവത്തെ ആധാരമാക്കി ലോകത്തെ പിടിച്ചുകുലുക്കിയ 10 ദിവസം എന്ന കൃതി രചിച്ചത് ജോൺ റീഡാണ്. അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ. 2021 ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി അത്ലറ്റിക്സിൽ ആദ്യ സ്വർണം നേടിയ നീരജ് ചോപ്ര ഏത് സംസ്ഥാനക്കാരനാണ്? ആൻസർ ഓപ്ഷൻ ഡി, ഹരിയാനക്കാരനാണ്. നീരജ് ചോപ്രയുടെ ജന്മസ്ഥലം പാനിപ്പത്താണ്, ഹരിയാനയിലെ പാനിപ്പത്ത്. ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക് അത്ലറ്റിക്സിൽ സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യ താരമാണ് നീരജ് ചോപ്ര. ജാവലിൻ ത്രോയിൽ 87.58 മീറ്റർ താണ്ടിയാണ് നീരജ് ചോപ്ര സ്വർണ്ണ മെഡൽ നേടിയത്. സ്വാതന്ത്ര്യാനന്തരം ഒളിമ്പിക് അത്ലറ്റിക്സിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം കൂടിയാണ് നീരജ് ചോപ്ര. അഭിനവ് ബിന്ദ്രയ്ക്ക് ശേഷം ഒളിമ്പിക്സിൽ വ്യക്തിഗത സ്വർണം നേടുന്ന താരമാണ്. ഒളിമ്പിക്സിലെ ഇന്ത്യയുടെ 10ാമത്തെ സ്വർണ്ണമാണ് നീരജ് ചോപ്ര നേടിയത്. 13 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യക്കൊരു ഒളിമ്പിക് സ്വർണ്ണ മെഡൽ ലഭിക്കുന്നത്. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരമാണ് നീരജ് ചോപ്ര, 88.17 മീറ്റർ. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് നീരജ് ചോപ്ര. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ചരിത്രത്തിലെ ഇന്ത്യയുടെ 3ാമത്തെ മെഡലാണിത്. തുടർച്ചയായി 2 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പുകളിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരവും കൂടിയാണ് നീരജ് ചോപ്ര. 6ാമത്തെ ക്വസ്റ്റ്യനെ. ഭൗമഘടനയിൽ മോഹോ വിച്ഛിന്നതയെ സംബന്ധിച്ച് ചുവടെ നൽകിയിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഇവിടെ 4 പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. ഭൂമിയുടെ പുറംപാളിയായ ഭൂവൽക്കത്തെ മാൻഡിലിൽ നിന്നും വേർതിരിക്കുന്നു. മോഹോ വിച്ഛിന്നതയിൽ തുടങ്ങി 2900 കിലോമീറ്റർ ആഴം വരെ മാൻഡിൽ വ്യാപിച്ചിരിക്കുന്നു. 3 ശിലാമണ്ഡലത്തിന് തൊട്ടു താഴെ അർദ്ധദ്രവാവസ്ഥയിൽ കാണുന്ന ഭാഗമാണ് മോഹോ വിച്ഛിന്നത. 4 ശിലാദ്രവത്തിൻ്റെ പ്രഭവമണ്ഡലമാണ് മോഹോ വിച്ഛിന്നത. ഇതിൽ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. അതായത് 1ഉം 2ഉം പ്രസ്താവനകൾ മാത്രമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. രാസഘടനയുടെ അടിസ്ഥാനത്തിൽ ഭൂമിയുടെ ഉൾഭാഗത്തെ വ്യത്യസ്ത മണ്ഡലങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഭൂവൽക്കം, മാൻഡിൽ, അകക്കാമ്പ്. ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള ഖരഭാഗമാണ് ഭൂവൽക്കം. ശിലകളുടെയും ധാതുക്കളുടെയും കലവറയാണ് ഈ ഭൂവൽക്കം. ശിലാനിർമ്മിതമായ കട്ടിയുള്ള ഭാഗവും ഭൂവൽക്കം എന്നാണ് അറിയപ്പെടുന്നത്. ഭൂമിയുടെ ഉള്ളറയിൽ ഭൂവൽക്കത്തിന് തൊട്ടു താഴെയുള്ള പാളിയാണ് മാൻഡിൽ. ഭൂവൽക്ക ഭാഗത്തെയും മാൻഡിലിനെയും വേർതിരിക്കുന്ന ഭൂചലനീയ വിച്ഛിന്നതയെ വിളിക്കുന്നത് മോഹോറോവിസിക് ഡിസ്കണ്ടിന്യൂയിറ്റി എന്നാണ്. മോഹോ പരിവർത്തന മേഖലയിൽ തുടങ്ങി 2900 കിലോമീറ്റർ വരെ മാൻഡിൽ വ്യാപിച്ചിരിക്കുന്നു. ഭൂവൽക്കവും മാൻഡിലിൻ്റെ ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗം അറിയപ്പെടുന്നത് ശിലാമണ്ഡലം എന്നാണ്. ശിലാമണ്ഡലത്തിൽ തൊട്ടു താഴെയായി അർദ്ധദ്രവാവസ്ഥയിൽ കാണപ്പെടുന്ന മാൻഡിലിൻ്റെ ഭാഗമാണ് അസ്തനോസ്ഫിയർ. അഗ്നിപർവ്വതങ്ങളിലൂടെ ബഹിർഗമിക്കുന്ന ശിലാദ്രവത്തിൻ്റെ പ്രഭവമണ്ഡലമാണ് ഈ അസ്തനോസ്ഫിയർ. ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതലുള്ള ഭാഗമാണ് മാൻഡിൽ.
മാൻഡിലിന് കീഴ്ഭാഗത്തിനും തൊട്ടു താഴെയായി ഏറ്റവും അന്തർഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പാളിയാണ് കാമ്പെന്ന് അറിയപ്പെടുന്നത്. മാൻഡിലിൻ്റെയും കാമ്പിൻ്റെയും അതിർവരമ്പാണ് ഗുട്ടബർഗ് വിച്ഛിന്നത. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഏത് നദിയാണ് വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് ലഡാക്ക്, സസ്കാർ എന്നീ മലനിരകളിലൂടെ ഒഴുകുന്നത്? ആൻസർ ഓപ്ഷൻ ഡി, സിന്ധു നദിയാണ്. നമുക്ക് ഈ 4 ഓപ്ഷനിലെ നദികളെ കുറിച്ചൊന്ന് പറഞ്ഞു പോകാമേ. ആദ്യത്തേത് സിന്ധു നദി. ലോകത്തിലെ ഏറ്റവും വലിയ നദികളിലൊന്നാണ് സിന്ധു നദി. 5180 മീറ്റർ ഉയരത്തിൽ ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിനരികിലുള്ള കൈലാസ പർവ്വതത്തിലെ ഹിമാനികളിൽ നിന്നാണ് സിന്ധു നദി ഉത്ഭവിക്കുന്നത്. സിന്ധു നദിയുടെ ഏകദേശം നീളം 2880 കിലോമീറ്ററാണ്. സിന്ധു നദി ഇന്ത്യയിലൂടെ ഒഴുകുന്ന നീളം 709 കിലോമീറ്റർ. ഉത്ഭവസ്ഥാനത്ത് നിന്നും വടക്ക് പടിഞ്ഞാറ് ദിശയിൽ ടിബറ്റിലൂടെ ഒഴുകുന്ന സിന്ധു നദി ജമ്മു കാശ്മീരിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്തുകൂടി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നു. ലഡാക്ക്, സസ്കർ എന്നീ പർവ്വതനിരകൾക്കിടയിലൂടെ ഒഴുകുന്ന ഈ നദി ജമ്മു കാശ്മീരിലെ ലഡാക്ക്, ബാൾട്ടിസ്ഥാൻ എന്നീ സ്ഥലങ്ങൾ കടന്ന് ഗിൽജിത്തിലെത്തുമ്പോൾ അഗാധങ്ങളായ താഴ്വരകൾ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ടൊഴുകുന്നു. ജമ്മു കാശ്മീരിൻ്റെ സംസ്കാരത്തെയും ജനജീവിതത്തെയും വളരെയധികം സ്വാധീനിക്കുന്ന ഈ നദി ജമ്മു കാശ്മീരിലെ ചില്ലാർ എന്ന സ്ഥലത്തിനടുത്ത് വെച്ച് തെക്കോട്ടൊഴുകി പാകിസ്ഥാനിലേക്ക് കടക്കുന്നു. പാകിസ്ഥാനിലെ അറ്റോക്ക് എന്ന സ്ഥലത്തെ കുന്നിൻ പ്രദേശങ്ങളിലൂടെ ഒഴുകി ഈ നദി സമതല പ്രദേശങ്ങളിൽ എത്തിച്ചേരുന്നു. ഈ സമതല പ്രദേശങ്ങളിൽ വച്ചാണ് പ്രധാന പോഷക നദികളായ ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് എന്നിവ സിന്ധു നദിയിൽ ചേരുന്നത്. പാകിസ്ഥാനിലെ വിശാലമായ സമതല പ്രദേശങ്ങളിലൂടെ ഒഴുകുന്ന സിന്ധു നദി കറാച്ചിക്ക് തെക്കുഭാഗത്തായി വലിയൊരു ഡെൽറ്റ പ്രദേശം സൃഷ്ടിച്ചുകൊണ്ട് പല കൈവഴികളിലായി അറബിക്കടലിൽ ചെന്നുചേരുന്നു. അടുത്തത് ബിയാസ് നദി. ബിയാസ് നദിയുടെ ഉത്ഭവം സമുദ്രനിരപ്പിൽ നിന്നും 4000 മീറ്റർ ഉയരത്തിലുള്ള റോഹ്താങ് ചുരത്തിലെ ബിയാസ് കുണ്ടിൽ നിന്നാണ്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ പോഷക നദിയാണ് ബിയാസ്. സിന്ധുവിൻ്റെ ഏറ്റവും ചെറിയ പോഷക നദിയും കൂടിയാണ് ബിയാസ്. കുളു മണാലി താഴ്വരകളിലൂടെ ഒഴുകുന്ന നദിയാണ് ബിയാസ്. ബിയാസ് സത്ലജുമായി കൂടിച്ചേരുന്നത് കപൂർ തലയിൽ വച്ചാണ്. പഞ്ചാബിലെ കപൂർ തലയിൽ വച്ചാണ് ബിയാസ് സത്ലജുമായിട്ട് കൂടിച്ചേരുന്നത്. ബിയാസ് നദിയിൽ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ടാണ് പോങ്. കുളു താഴ്വരയിലൂടെ ഒഴുകുന്ന ബിയാസ് നദി ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന ദൗളധർ പർവ്വതത്തിലെ പ്രദേശങ്ങളാണ് കാട്ടിയും ലാർഗിയും. പഞ്ചാബ് സമതലത്തിൽ പ്രവേശിച്ച ശേഷം ബിയാസ് നദി സത്ലജ് നദിയുമായി ചേരുന്ന പ്രദേശമാണ് ഹരികെ. അടുത്തത് സത്ലജ്. സത്ലജ് നദിയുടെ ഉത്ഭവം ടിബറ്റിലെ മാനസ സരോവറിനടുത്ത് 4555 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന രാക്ഷസ്ഥൽ തടാകത്തിൽ നിന്നാണ്. ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ ഏറ്റവും നീളം കൂടിയ പോഷക നദിയാണ് സത്ലജ്. സത്ലജ് നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ടാണ് ഭക്രാനങ്കൽ അണക്കെട്ട്. ഭക്രാനങ്കൽ അണക്കെട്ടിലെ ജലസംഭരണി അറിയപ്പെടുന്നത് ഗോവിന്ദ് സാഗർ എന്നാണ്. സത്ലജിൻ്റെ പതന സ്ഥാനമാണ് ചിനാബ് നദി. സത്ലജ് നദി ടിബറ്റിൽ അറിയപ്പെടുന്ന പേര് ലങ്ചൻ ഗംബാബ്. ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി സിന്ധു നദിക്ക് സമാന്തരമായി സത്ലജ് നദി ഒഴുകുന്ന ഏകദേശം ദൂരം 400 കിലോമീറ്റർ. സത്ലജ് നദി ഗിരികന്ധരങ്ങൾക്ക് പുറത്തെത്തുന്ന പ്രദേശം രൂപാർ. ഹിമാലയത്തിലെ ഷിബ്കില ചുരം കടന്ന് സിന്ധു നദി പഞ്ചാബ് സമതലത്തിലേക്ക് പ്രവേശിക്കുന്നു. സത്ലജ് ഒരു പൂർവ്വകാലീന നദിയും കൂടിയാണ്. അടുത്തത് ബ്രഹ്മപുത്ര നദി. ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിന് കിഴക്കായുള്ള കൈലാസ പർവ്വത നിരകളിലെ ചമയുങ് ദുങ് എന്ന ഹിമാനിയിൽ നിന്നാണ് ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത്. ടിബറ്റിൽ ബ്രഹ്മപുത്ര നദി സാങ്ബോ എന്ന പേരിൽ അറിയപ്പെടുന്നു. ബ്രഹ്മപുത്ര നദിയുടെ ഏകദേശം നീളം 2900 കിലോമീറ്റർ. ഹിമാലയത്തിന് സമാന്തരമായി 1200 കിലോമീറ്ററോളം ദൂരം ടിബറ്റിലൂടെ ഒഴുകിയാണ് ഇന്ത്യയിൽ എത്തിച്ചേരുന്നത്. ബ്രഹ്മപുത്ര നദി അരുണാചൽ പ്രദേശിലെ സാധ്യ പട്ടണത്തിന് പടിഞ്ഞാറ് ഭാഗത്ത് വച്ചാണ് ഇന്ത്യയിലേക്ക് കടക്കുന്നത്. അരുണാചൽ പ്രദേശിൽ എത്തിയതിന് ശേഷമാണ് നദിക്ക് ബ്രഹ്മപുത്ര എന്ന പേര് ലഭിക്കുന്നത്. അരുണാചൽ പ്രദേശിൽ നിന്ന് ആസാമിലേക്ക് ഒഴുകിയെത്തുന്ന ബ്രഹ്മപുത്ര നദി അവിടെ ഫലപുഷ്ടിയുള്ള ഒരു താഴ്വര പ്രദേശം സൃഷ്ടിച്ചുകൊണ്ട് ബംഗ്ലാദേശിലേക്ക് ഒഴുകിപ്പോകുന്നു. ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദികളാണ് തീസ്ത, മാനസ്, ലോഹിത്, സുബൻസിരി. ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലൂടെ ഒഴുകുന്ന ദൂരം 725 കിലോമീറ്റർ. ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്നത് ജമുന. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, തിരുവനന്തപുരത്ത് ഭൗമോപരിതലത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു തെർമോമീറ്ററിൽ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് അന്തരീക്ഷ ഊഷ്മാവ് 25 ഡിഗ്രി സെൽഷ്യസ് രൂപപ്പെടുത്തുന്നുവെങ്കിൽ ക്രമമായ താപനഷ്ട നിരക്ക് അനുസരിച്ച് നേരെ 165 മീറ്റർ ഉയരത്തിൽ അന്തരീക്ഷ ഊഷ്മാവ് എത്രയായിരിക്കും?
ആൻസർ വരുന്നത് ഓപ്ഷൻ സി 24 ഡിഗ്രി സെൽഷ്യസ് ആണ്. ട്രോപ്പോസ്ഫിയറിൽ ഓരോ 165 മീറ്റർ ഉയരത്തിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപം കുറഞ്ഞു വരുന്നു. ഇതിനെ ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് വിളിക്കുന്നു. ആയതിനാൽ ഉച്ചയ്ക്ക് 2 മണിക്ക് 165 മീറ്റർ ഉയരത്തിലെ താപനില 25 - 1 24 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. 9ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ അച്ചൻകോവിൽ ഏത് ജൈവമണ്ഡല സംരക്ഷിത മേഖലയിൽ ഉൾപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ ഡി ആണ്, അഗസ്ത്യമല. നമുക്ക് ഓരോ ഓപ്ഷൻസ് ഒന്ന് ഡിസ്കസ് ചെയ്തു പോകാം. ഫസ്റ്റ് അഗസ്ത്യമല. 3500 ചതുരശ്ര കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവ് തമിഴ്നാട്ടിലെ തിരുനെൽവേലി, കന്യാകുമാരി ജില്ലകളിലും കേരളത്തിലെ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലും ഉൾപ്പെടുന്ന ഉഷ്ണമേഖലാ വനപരിസ്ഥിതി മേഖലകളെ ഉൾക്കൊള്ളുന്നു. അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായ ഫോറസ്റ്റ് ഡിവിഷനുകളാണ് കോന്നി, അച്ചൻകോവിൽ, പുനലൂർ, തെന്മല, തിരുവനന്തപുരം. കൊല്ലം, പത്തനംതിട്ട റവന്യൂ ജില്ലകളുടെ കീഴിലാണ് അച്ചൻകോവിൽ ഫോറസ്റ്റ് ഡിവിഷൻ ഉൾപ്പെടുന്നത്. നെയ്യാർ, പേപ്പാറ, ചെന്തുരുണി വന്യജീവി സങ്കേതങ്ങളും കലക്കാട്, മുണ്ടന്തുറ ടൈഗർ റിസർവ് അഗസ്ത്യമല ബയോ റിസർവിൻ്റെ ഭാഗമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്കാണ് അഗസ്ത്യാർകൂടം. നെടുമങ്ങാട് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. തെക്കൻ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് അഗസ്ത്യാർകൂടം. അഗസ്ത്യാർകൂടത്തെ ബയോസ്ഫിയർ റിസർവായി യുനെസ്കോ പ്രഖ്യാപിച്ച വർഷം 2016. അടുത്തത് നെയ്യാർ വന്യജീവി സങ്കേതം. കേരളത്തിൻ്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് നെയ്യാർ വന്യജീവി സങ്കേതം. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് മരക്കുന്നം ദ്വീപാണ്. ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് നെയ്യാർ ഡാമിലാണ്. അഗസ്ത്യാർ ക്രോക്കോട്ടൈൽ റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർവ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതവും കൂടിയാണ് നെയ്യാർ വന്യജീവി സങ്കേതം. സ്റ്റീവ് ഇർവിൻ പാർക്ക് എന്നറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതമാണ് നെയ്യാർ വന്യജീവി സങ്കേതം. അടുത്തത് തെന്മല. കൊല്ലം ജില്ലയിലെ പ്രധാന ഡാമാണ് തെന്മല ഡാം. കേരളത്തിലെ ആദ്യ ഇക്കോ ടൂറിസം പ്രോജക്റ്റ്, ഏഷ്യയിലെ ആദ്യ ബട്ടർഫ്ലൈ സവാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് തെന്മലയിലായിരുന്നു. അടുത്തത് നീലഗിരി ബയോസ്ഫിയർ റിസർവ്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവാണ് നീലഗിരി ബയോസ്ഫിയർ റിസർവ്. നീലഗിരി ബയോസ്ഫിയർ റിസർവ് നിലവിൽ വന്നത് 1986 സെപ്റ്റംബർ. നീലഗിരി ബയോസ്ഫിയർ റിസർവിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ വയനാട്, നാഗർഹോള, ബന്ദിപ്പൂർ, മുതുമലൈ, നിലമ്പൂരിലെ വനഭാഗങ്ങൾ, നീലഗിരി പീഠഭൂമിയുടെ ഉയർന്ന ഭാഗം, സൈലന്റ് വാലി, ശിശുവാണി കുന്നുകൾ എന്നിവയാണ്. വംശനാശ ഭീഷണി നേരിടുന്ന 2 പ്രധാന ജീവികളുടെ ആവാസ കേന്ദ്രം എന്ന പേരിൽ അറിയപ്പെടുന്ന ജൈവമണ്ഡല റിസർവാണ് നീലഗിരി ബയോസ്ഫിയർ റിസർവ്. ഏതൊക്കെയാണ് വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന 2 ജീവികൾ? നീലഗിരി വരയാടുകളും സിംഹവാലൻ കുരങ്ങുമാണ്. ആന, കടുവ, കാട്ടുപോത്ത്, മ്ലാവ്, പുള്ളിമാൻ എന്നീ മൃഗങ്ങൾ ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മേഖലയാണ് നീലഗിരി ബയോസ്ഫിയർ റിസർവ്. 10ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യ ഗ്രീൻ ഹൈഡ്രജൻ മൊബിലിറ്റി പദ്ധതി നടപ്പിലാക്കുന്നതിന് NTPCയുമായി കരാർ ഒപ്പിട്ട സംസ്ഥാനം അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ ബി, ലഡാക്ക് ആണ്. ഇന്ത്യയിലെ ആദ്യ ഗ്രീൻ ഹൈഡ്രജൻ മൊബിലിറ്റി പ്രോജക്റ്റ് നിലവിൽ വന്നത് ലേ ലഡാക്ക്. ഉദ്ഘാടനം നിർവഹിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. പദ്ധതി നടപ്പിലാക്കുന്നത് NTPC റിന്യൂവബിൾ എനർജി ലിമിറ്റഡ് ആണ്. പ്രധാനമന്ത്രിയുടെ കാർബൺ ന്യൂട്രൽ ലഡാക്ക് എന്ന കാഴ്ചപ്പാടിൻ്റെ ഭാഗമായാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി ആദ്യമായി ഹൈഡ്രജൻ ബസ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഓടിത്തുടങ്ങിയതും ലേ ലഡാക്കിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ 10 ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ളത്. വീഡിയോസൊക്കെ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക.